ഈ സീനിൽ യാവും ക്യുവാനും ഫുൾ ഡേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ശേഷം വീട്ടിലേക്ക് വരുന്നു. യാവു വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും യാവുവിൻ്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള വഴികളാണ് ക്യുവാൻ ആലോചിക്കുന്നത്. സോ അവൻ മ്യൂസിക് ഓണാക്കുന്നു. ഇത് നല്ല റൊമാൻറ്റിക് മ്യൂസിക്കാണ്, നമുക്ക് ഒരുമിച്ച് കേൾക്കാമെന്ന് അവളോട് പറയുന്നുണ്ട്. പാട്ടിനിടയ്ക്ക് അവളുടെ കൈയും പിടിക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്. ആ മ്യൂസിക്കിന് ശേഷം യാവു വീണ്ടും വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ക്യുവാൻ ഓരോ വഴികൾ നോക്കുന്നുണ്ട് അവളുടെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. സോ അവളോട് നിന്റെ ലാമ്പ് ഞാൻ ശരിയാക്കി തരാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. യാവു ആകട്ടെ ലാസ്റ്റ് ഇതൊന്നും കേൾക്കാതെ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ക്യുവാൻ അവളുടെ പിറകെ പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കൈ ഡോർ വെച്ച് അടയ്ക്കുന്നുണ്ട്. കൈ നന്നായിട്ട് പെയിൻ എടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ക്യുവാനാകട്ടെ യാവുവിൻ്റെ മുന്നിൽ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തനിക്ക് ഒരു പെയിനും ഇല്ലെന്ന പോലെ അഭിനയിക്കുന്നു. ക്യുവാൻ ഓക്കെ ആണെന്ന് അറിയുമ്പോൾ അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ യാവു ചെൻസിയെ കാണാൻ വേണ്ടി വരുന്നു. അവൾക്കായിട്ട് പിസയും കൊണ്ടാണ് അവൾ പോകുന്നത്. യാവുവിനെ ഇത്രയും ഹാപ്പിയായി കാണുമ്പോൾ ചെൻസിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവൾ ഓരോന്ന് ചോദിക്കുന്നിടയിൽ കാര്യം എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. ലാസ്റ്റ് യാവുവിന് ചെൻസിയോട് പറയേണ്ടി വരുന്നു താനും ക്യുവാനും റിലേഷൻഷിപ്പിലാണെന്ന കാര്യം. ഇതറിയുമ്പോൾ തന്നെ ചെൻസി ഒരുപാട് ഹാപ്പി ആകുന്നു. യാവുവിനോട് ബെസ്റ്റ് വിഷസും പറയുന്നുണ്ട്. പക്ഷെ യാവു ഞാനിപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിലാണ്. ക്യുവാൻ എൻ്റെ ബോസാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഔട്ട് ക്ലാസ്സും ഞാനാകട്ടെ ഒരു സാധാരണ പേഴ്സണും. ഞങ്ങളുടെ റിലേഷൻ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ലെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് ചെൻസി യാവുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ പെർഫെക്റ്റ് ആണ്, അവളെ കിട്ടുന്ന ആൾ ഒരുപാട് ലക്കിയും. അതുമാത്രമല്ല പ്രണയത്തിൽ ഒരാൾ ഉയരത്തിൽ മറ്റൊരാൾ താഴ്ത്തയിൽ അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും ഈക്വലാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സിൻസിയറായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ചോ സ്റ്റാറ്റസിനെ കുറിച്ചൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ലെന്ന് ചെൻസി പറയുന്നു. യാവു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിലാകട്ടെ ഒരു വലിയ കെട്ടും. തൻ്റെ വിരലിന് എന്തോ വലിയ ഇഞ്ചുറി പറ്റിയ പോലെയാണ് അവൻ പ്രിറ്റൻഡ് ചെയ്യുന്നത്. ഇത് കാരണം അവന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഇത് കണ്ട് യാവു ആകട്ടെ നന്നായിട്ട് വറിയാകുന്നു. നീ ഇത്രയും വറിയാകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റെ ഫിംഗേഴ്സിൽ ടിഷ്യൂസ് ഡാമേജ് ആയതാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ യാവു ആകട്ടെ നന്നായിട്ട് വറിയിടായിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നു. അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ യാവുവിൻ്റെ കെയറിന് വേണ്ടിയാണ് ക്യുവാൻ ഇതെല്ലാം ചെയ്തത്. അവന് വേണ്ടി കുക്കിംഗ് ചെയ്യുകയും അവൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ക്യുവാൻ യാവുവിനോട് ഞാൻ ഇനി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് എങ്ങനെ വില്ലിയിലേക്ക് പോകും, എൻ്റെ ഫിംഗർ ഇഞ്ചേർഡ് ആണെന്ന് അവൻ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, ബോസ് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ അവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ക്യുവാൻ വളരെ ഹാപ്പി ആകുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്തും തൻ്റെ ഫിംഗർ ഇഞ്ചേർഡായ കാരണം തനിക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത പോലെ ക്യുവാൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് യാവു അവൻ്റെ അടുത്ത് വന്ന് അവളുടെ കൈ കൊണ്ട് അവനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്യുവാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഫുഡ് കഴിച്ച ശേഷം ക്യുവാൻ്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ തോന്നുന്നു. അവൻ അവളുടെ പിറകെ വന്ന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫിംഗർ ഇഞ്ചേർഡ് ആണ്, എനിക്ക് നനയ്ക്കാൻ പറ്റില്ല, എനിക്കാണെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യണം, ഫ്രഷ് ആകണം, കുളിക്കണം എന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേട്ടുടനെ യാവു എൻ്റെ പക്കൽ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് കെട്ടുന്നു. ഇതുകൊണ്ട് താങ്കളുടെ കൈ നനയില്ലെന്ന് അവൾ പറയുന്നുണ്ട്. അവൻ വാഷ്റൂമിൽ വന്ന് എൻ്റെ ഈ ഐഡിയ വേസ്റ്റ് ആയെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ തോന്നുന്നു. അവൻ വാഷ്റൂമിൽ നിന്ന് തനിക്ക് ഒരുപാട് പെയിൻ എടുക്കുന്ന പോലെ ബഹളം വയ്ക്കുന്നുണ്ട്. ഇത് കേട്ട് യാവു അകത്തേക്ക് ഓടി വരുന്നു. തൻ്റെ ബാക്ക് പോഷ് ഉളുക്കി മസിൽ പുള്ളായെന്ന് അവൻ പറയുന്നുണ്ട്. ഈ കാരണത്താൽ തനിക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. സത്യത്തിൽ ഇവിടെ ക്യുവാൻ തൻ്റെ ഗേൾഫ്രണ്ടായ യാവുവിനെ കൊണ്ട് തൻ്റെ ഷർട്ടുടെ ഹെൽപ്പ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. അവൾ സമ്മതിക്കുമ്പോൾ അവൻ്റെ ഫേസിൽ പെയിന് പകരം സ്മൈല് വരുന്നു. ഇത് യാവു ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെ അവൻ ഫൂളാക്കാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കയ്യിലുള്ള ഈ വലിയ കെട്ടും ആക്ടിങ് ആണെന്ന് അവൾക്ക് സംശയം തോന്നുന്നു. സോ അവൾ ആ കെട്ട് വലിച്ചുവിടുന്നുണ്ട്. അവൻ്റെ കയ്യിൽ സത്യത്തിൽ ഇത്ര വലിയ മുറിവൊന്നുമില്ല, ചെറിയ മുറിവ് മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ക്യുവാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ യാവുവിനോട് തൻ്റെ ടൈ കെട്ടിത്തരാൻ പറയുന്നു. പക്ഷെ യാവുവിനാകട്ടെ ടൈ കെട്ടാൻ അറിയില്ലായിരുന്നു. അവൾ ഒരുപാട് നേരം എടുക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട്
ആ ടൈ പ്രോപ്പറായിട്ട് കെട്ടാൻ പറ്റുന്നില്ല. പക്ഷെ ക്യുവാൻ ഇതിൽ ഹാപ്പി ആയിരുന്നു. ഇത്രയും നേരം തൻ്റെ ഗേൾഫ്രണ്ട് തൻ്റെ ക്ലോസായിട്ട് നിൽക്കായിരുന്നില്ലേ. ഓഫീസിൽ ക്യുവാൻ നോക്കുമ്പോൾ യാവുവിൻ്റെ ചുറ്റും അവളുടെ ഫ്രണ്ട്സ് നിന്ന് ചാറ്റ് ചെയ്യുന്ന കാണുന്നു. അവനും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ ക്യുവാനെ കാണുമ്പോൾ എല്ലാവരും അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ക്യുവാൻ അവരെ തടഞ്ഞ് നിങ്ങളിത് സംസാരിക്കായിരുന്നില്ലേ, നിങ്ങളുടെ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. സത്യത്തിൽ ക്യുവാൻ ഇവിടെ യാവുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ ക്ലോസ് ആകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ ബോസായി ക്യുവാൻ നിൽക്കുന്ന കാരണം അവർക്കാർക്കും കംഫോർട്ടബിളായി സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ ആകെ ഓക്വേർഡ് ആകുന്നു. ലാസ്റ്റ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ യാവും ഫ്രണ്ട്സും ഇന്ന് ഫുഡെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു. അവർ ഫുഡ് കഴിക്കാൻ പോകുന്നത് ക്യുവാൻ ശ്രദ്ധിക്കുന്നു. തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ക്യുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അവൻ മനഃപൂർവ്വം അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നു. അവനെ കാണുമ്പോൾ ഫുഡ് കഴിക്കാൻ അവർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. ക്യുവാനെ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ഫോർമാലിറ്റിക്ക് വേണ്ടി ക്യുവാനെ വിളിക്കേണ്ടി വരുന്നു അവർക്ക്. ക്യുവാൻ വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ക്യുവാൻ ആകട്ടെ അവരുടെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസ് ടൈം കഴിയുമ്പോൾ ക്യുവാനെ യാവും എലിവേറ്ററിന് ഫ്രണ്ടിൽ നിന്ന് ചെറുതായിട്ട് റൊമാൻസ് ചെയ്യായിരുന്നു. അപ്പോൾ യൂഫിൻ ടാങ് അവിടേക്ക് വരുന്നു. രണ്ടുപേരും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യുവാനെ കാണുമ്പോൾ പെട്ടെന്ന് മാറി നിൽക്കുന്നു. തങ്ങളെ ഒരുമിച്ച് ബോസ് കണ്ടുവെന്നവർ പേടിക്കുമ്പോൾ തന്നെ യാവുവിനെ ഒരുമിച്ച് അവർ കണ്ടുവെന്ന് ക്യുവാനും പേടിക്കുന്നു. ഓഫീസിൽ ഇപ്പോൾ 2 സീക്രട്ട് റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട്. യൂഫി നന്നായിട്ട് പേടിക്കുന്നു. കാരണം അവൻ്റെ കയ്യിൽ ടാങ്ങിൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബാഗിൻ്റെ അടിയിൽ അത് ഒളിപ്പിക്കുന്നുണ്ട്. ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ 4 പേരും ലിഫ്റ്റിനകത്ത് കയറുന്നു. 4 പേരും ഒരുപാട് ടെൻഷനിലും എംബാരസ്ഡും ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ യാവു വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ യാവുവിന് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പൊട്ടറ്റോസ് എല്ലാം ഗ്രില്ല് ചെയ്യുകയും അവൾക്ക് വേണ്ടി ദുരിയൻ ഫ്രൂട്ട് പീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദുരിയൻ ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ് വീട് ഫുൾ. ഓഫീസിന് ശേഷം യാവു ടാങ്ങിൻ്റെ കൂടെ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവൾ സത്യത്തിൽ ഷോപ്പിങ്ങിനാണ് പോയത്. തൻ്റെ ബോയ്ഫ്രണ്ടിന് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടൈ എങ്ങനെ കെട്ടുന്നതെന്ന് നന്നായി പഠിച്ചിട്ടാണ് യാവു വന്നിരിക്കുന്നത്. തൻ്റെ ഗേൾഫ്രണ്ട് ഫസ്റ്റ് ഗിഫ്റ്റ് കണ്ട് ക്യുവാൻ ഒരുപാട് ഹാപ്പി ആകുന്നു. അവൻ ആ ടൈ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ ഓർഡർ ചെയ്തൊരു പാഴ്സലുമായിട്ട് യാവ് റൂമിലേക്ക് വരുന്നു. ആ പാഴ്സലിനകത്ത് എന്താണെന്ന് യാവ് കാണരുതെന്ന് ക്യുവാന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അവൻ അവളെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പാഴ്സലിനകത്ത് ഒരു ബുക്കായിരുന്നു. എങ്ങനെ പെർഫെക്റ്റ് ബോയ്ഫ്രണ്ട് ആകാമെന്ന് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ബുക്ക്. ഈ ബുക്ക് സ്റ്റഡി ചെയ്ത് യാവുവിൻ്റെ പെർഫെക്റ്റ് ബോയ്ഫ്രണ്ട് ആകാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ബുക്ക് യാവു കാണരുതെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ ബുക്കിൻ്റെ കവറിൽ മറ്റൊരു ബുക്ക് കവർ കൊണ്ട് അവൻ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷെൽഫിൽ വെക്കുന്നു. നെക്സ്റ്റ് സീനിൽ ലീജുൻ ചെൻസിയെ കാണാൻ വേണ്ടി വരുന്നു. അവളെ കാണാൻ വേണ്ടി അവൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെൻസി നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ചെൻസി വരുമ്പോൾ താൻ ബൈ മിസ്റ്റേക്ക് അവളിവിടെ കണ്ട പോലെയാണ് അവൻ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ചെൻസി ഇപ്പോൾ ലീജുൻ്റെ മുന്നിൽ തൻ്റെ മനസ്സ് ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ റിലേഷനും അവൻ്റെ സ്നേഹവും എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. സോ അവൾ അവനോട് ഒരു കാര്യം ചെയ്യാം, എമർജൻസി ആവശ്യത്തിന് വേണ്ടി എൻ്റെ ലൊക്കേഷൻ ട്രാക്ക് നിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്നു. കാരണം ലാസ്റ്റ് ടൈം ഡോഗ്മിൻ ചെൻസി അറ്റാക്ക് ചെയ്ത കാരണം ചെൻസിയെക്കുറിച്ച് ആലോചിച്ച് ലീജുൻ ഒരുപാട് വറീഡായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസിൽ യാവു സ്റ്റോർ റൂമിൽ നിൽക്കുമ്പോൾ ക്യുവാൻ അവളുടെ പിറകെ വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ അവൾക്ക് വേണ്ടി കോഫിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ടാങ് വരുന്നു. ഈ കാരണത്താൽ ക്യുവാൻ്റെ കിസ് വീണ്ടും മിസ്സാകുന്നു. ടാങ്ങിൻ്റെ കൂടെ മറ്റൊരു ഫീമെയിൽ കൊളീഗും ഉണ്ടായിരുന്നു. ടാങ് സ്റ്റോർ റൂമിലേക്ക് വരുമ്പോൾ തന്നെ യാവുവിൻ്റെ പേര് വിളിച്ചാണ് വരുന്നത്. സോ ക്യുവാൻ പെട്ടെന്ന് ഒളിക്കുന്നുണ്ട്. അവർ 3 പേരും സ്റ്റോർ റൂമിൽ ഒരു ഫയൽ സെർച്ച് ചെയ്യാണ്. പരസ്പരം ഓരോ ഗോസിപ്പൊക്കെ പറയുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് ക്യുവാൻ്റെ റൂഡ് ബിഹേവിയറിനെ കുറിച്ചാണ്. ക്യുവാൻ നിന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ട്, നിനക്ക് അദ്ദേഹത്തോട് ഒരുപാട് ദേഷ്യമായിരിക്കുമല്ലെന്നൊക്കെ ചോദിക്കുന്നു. യാവു ആകട്ടെ കാര്യമായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. ഇതെല്ലാം ക്യുവാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോയ ശേഷം ക്യുവാൻ യാവുവിനോട് നീ എന്നെക്കുറിച്ച് കൊളീഗ്സിനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ റൂഡല്ല,
പക്ഷേ താങ്കൾ പണ്ട് ഒരുപാട് റൂഡായിരുന്നു, ഇപ്പോൾ താങ്കൾ ഒരുപാട് സ്വീറ്റ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ക്യുവാൻ ഹാപ്പിയായി സ്മൈൽ ചെയ്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ യാവുനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു. അപ്പോൾ അവന് ലീജിന്റെ മെസ്സേജ് വരുന്നുണ്ട്. ചെൻസി എന്നോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഉടനെ തന്നെ റിലേഷനിലാകും, എനിക്ക് തോന്നുന്നത് നീ ലൈഫ് ലോങ് സിംഗിൾ ആയിരിക്കും എന്നാണെന്ന് അവൻ പറയുന്നു. ഇത് കാണുമ്പോൾ ക്യുവാന് നന്നായി ദേഷ്യം വരുന്നു. അവൻ തൻ്റെ ഗേൾഫ്രണ്ട് കൂടി ഇരിക്കുകയാണ്, എന്നിട്ടും താൻ സിംഗിൾ ആണെന്ന് ലീജൻ പറയുന്നത് കേട്ട് യാവുൻ്റെ കൂടെ അവൻ ഒരു ഫോട്ടോ എടുക്കുന്നു. തൻ്റെ ഗേൾഫ്രണ്ട് കൂടെ ഫസ്റ്റ് ഫോട്ടോ വരുന്നു, അത് ക്യുവാൻ്റെ. ഇതെന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ എൻ്റെ ഫോണിലെ സ്ക്രീൻ സേവർ ആക്കാനാണെന്ന് അവൻ പറയുന്നു. ഇത് മറ്റാരെങ്കിലും കാണുമെന്ന് പേടിച്ച് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ക്യുവാൻ ആ ഫോട്ടോ സ്ക്രീൻ സേവർ ആക്കാതെ സേവ് ചെയ്ത് വെക്കുന്നു ഫോണിൽ. നെക്സ്റ്റ് ഡേ ക്യുവാൻ യാവുനെ തൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ഒരു കേസ് വന്നിട്ടുണ്ട്, ഈ കേസ് ഇൻഡിപെൻഡൻ്റ്ലി നീ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൻ പറയുന്നു. യാവു ആകട്ടെ ഇത് കേട്ട് ഒരുപാട് ഹാപ്പി ആകുന്നു. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള നിന്റെ ഫസ്റ്റ് കേസാണിത്, സോ നിനക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് എൻ്റെ പക്കൽ നിന്ന് എക്സ്ട്രാ ഹെൽപ്പ് വാങ്ങിക്കാമെന്ന് അവൻ പറയുന്നു. തൻ്റെ പുതിയ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി യാവു പോകാൻ ഇറങ്ങുമ്പോൾ ക്യുവാൻ അവളെ കൂട്ടി പോകുന്നു. എന്നിട്ട് ആ പ്ലേസിൽ അവളെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. യാവുൻ്റെ ഈ പുതിയ ക്ലയൻറ്റിനെ കണ്ടാൽ അവൾ ആരെയോ ഒരുപാട് പേടിക്കുന്ന പോലെയുണ്ട്. കേസിനെ കുറിച്ച് യാവു ഈ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നു. ക്യുവാൻ ഓഫീസിൽ യാവുനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അവൻ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാമെന്നും നമുക്ക് ഒരുമിച്ച് ലഞ്ച് ചെയ്യാമെന്നും. യാവു അവന് റിപ്ലൈ കൊടുക്കുന്നു, തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, താങ്കൾ ലഞ്ച് കഴിച്ചോളൂ, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന്.